Hello students, welcome back. So we have completely discussed about the asexual reproduction. Is it the asexual reproduction procedures that we seen in plants and all? Is it? So ഇനി നമുക്ക് അങ്ങോട്ടേക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? We need to learn about sexual reproduction in plants. നമുക്ക് എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം മക്കളെ? Sexual reproduction in plants. പ്ലാന്റ്സിൽ കണ്ടുവരുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഫാക്ടേഴ്സും അതിന്റെ കോമ്പണൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. So you are ready for that? Okay. So my dear students, please take it down your notebook and write down the important points related to this topic. So we are going to deal with sexual reproduction. നമുക്ക് sexual reproduction ഒന്ന് ഡീൽ ചെയ്താലോ? ഓക്കെ അല്ലേ മക്കളെ? റെഡി? ഓക്കെ. സോ നോക്കാം. സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ. അത് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് എന്താണ്? റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ഫ്ലവർ. അപ്പോ ഒരു ഫ്ലവറിന്റെ അകത്ത് നടക്കുന്ന റീപ്രൊഡക്ഷൻ അല്ലേ, ഒരു ഫ്ലവർ അല്ലേ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ അവിടെയല്ലേ റീപ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യം നോക്കുന്നതിന് മുമ്പേ വി നീഡ് ടു ലേൺ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണമല്ലോ. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾ റെഡി അല്ലേ? എന്നാവാ. ഇൻ മോസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ആർ ദ മെയിൻ ഓർഗൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് ആർ ദ മെയിൻ ഓർഗൻസ് ഫോർ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷന്റെ മെയിൻ ഓർഗൻസ് ആരാണ് മക്കളെ? ഫ്ലവേഴ്സ് ആണ്. ശ്രദ്ധിച്ചോളേ. ഓക്കെ. നമ്പർ 1, ദ കളർഫുൾ പാർട്സ് ഓഫ് ഫ്ലവർ ആർ കോൾഡ് പെറ്റൽസ്. അതായത് കളർഫുൾ ആയിട്ട് കാണുന്ന കളർഫുൾ പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് ആർ നോൺ ആസ് എന്താണ്? പെറ്റൽസ്. കളർഫുൾ പാർട്ട് ഓഫ് ഫ്ലവർ, കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറിന്റെ പാർട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? പെറ്റൽസ് എന്ന്. കളർഫുൾ പാർട്ട് ഓഫ് ഫ്ലവർ ഈസ് നോൺ ആസ് പെറ്റൽസ്. പെറ്റൽസ് എന്നാണ് കളർഫുൾ പാർട്ട് ഓഫ് ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്നത്. ദ കളർഫുൾ പാർട്ട് ഓഫ് ഫ്ലവർ ഈസ് നോൺ ആസ് പെറ്റൽസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്ന് നോക്ക്. ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദി പെറ്റൽ ദാറ്റ് അട്രാക്ട്സ് ഇൻസെക്ട്സ് ടുവേർഡ്സ് എ ഫ്ലവർ. അതായത് ഈ പെറ്റലിന്റെ കളർ കാരണമാണ്, കളർ കൊണ്ടാണ് എന്ത് നമ്മുടെ ഇൻസെക്ട്സ് ഇത് കണ്ടിട്ട് എന്താവുന്നത് മക്കളെ? അട്രാക്ട് ആവുന്നത്. അവർ വന്നിട്ട് പോളിനേഷൻ നടത്തും. അതായത് റീപ്രൊഡക്ഷന്റെ ഫോമിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പോളിനേഷൻ നമുക്ക് പഠിക്കാം. അവിടെയാണ് എന്തിന് ഇൻസെക്ട്സിനെ അവിടെ അട്രാക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ കളർഫുൾനെസ് കണ്ടിട്ട്, കളർ കണ്ടിട്ടാണ് എന്ത് ഇൻസെക്ട് പെട്ടെന്ന് വന്ന് അട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്ന് നോക്കാം. The green leafy outer covering of the flower are known as sepals. Green leafy ആയിട്ടുള്ള green leafy outer covering നമ്മൾ എന്ത് വിളിക്കും? എന്താ വിളിക്കുക? സെപ്പൽസ് എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മൾ എന്താ വിളിക്കുക മക്കളെ? വി കോൾ ദം ആസ് സെപ്പൽസ്. നമ്മൾ എന്താ വിളിക്കുക? സെപ്പൽസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അതായത് ഗ്രീൻ ലീഫി ഔട്ടർ കവറിങ്ങിനെ നമ്മൾ എന്ത് പറയും? സെപ്പൽസ് എന്ന് നമ്മൾ പറയുന്നത്. വി കോൾ ദം ആസ് സെപ്പൽസ്. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ. സെപ്പൽസ് പ്രൊട്ടക്ട് ദ ഇന്നർ പാർട്സ് ഓഫ് ദി ഫ്ലവർ വെൻ ഈസ് ഇൻ ബഡ് സ്റ്റേജ്. ഒരു ബഡ് സ്റ്റേജിലാവുമ്പോൾ സെപ്പൽസ് പ്രൊട്ടക്ട് ദ ഇന്നർ പാർട്സ് ഓഫ് ദി ഫ്ലവർ. എന്താണ് സെപ്പൽസ് എന്താ ചെയ്യുക? ഇന്നർ പാർട്സ് ഓഫ് ദി ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇറ്റ്സ് ഇൻ ദ ബഡ് സ്റ്റേജ്. ബഡ് സ്റ്റേജ് ആകുമ്പോൾ ഇന്നർ പാർട്ടിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് വെച്ചോ ദ ഗ്രീൻ ലീഫി ഔട്ടർ കവറിംഗ് ഓഫ് ദി ഫ്ലവർ ഇസ് നോൺ ആസ് എന്താണ്? സെപ്പൽസ് ആണ്. അപ്പൊ സെപ്പൽസ് എന്താ ചെയ്യുക? സെപ്പൽസ് എന്താ ചെയ്യുക മക്കളെ? സെപ്പൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇന്നർ പാർട്സ് ഓഫ് ഫ്ലവർ. ഇന്നർ പാർട്സ് ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ ഇന്നർ പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഏത് ടൈമില്? അതിന്റെ ബഡ് സ്റ്റേജില്. അതിന്റെ ഇന്നർ പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണ് ആര് മക്കളെ? നമ്മുടെ സെപ്പലിനെ നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ സെപ്പൽ. അപ്പോൾ നമ്മുടെ പെറ്റലിനെയും സെപ്പലിനെയും കുറിച്ചൊരു ഐഡിയ കിട്ടിയോ മക്കളെ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഓക്കെ ആണോ? സെപ്പലും പെറ്റലും ഓക്കെ അല്ലേ? സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് ഫ്ലവറിലെ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാർ. സോ ക്ലിയർ അല്ലേ? സെപ്പലും പെറ്റലും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ദ സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ? ദ മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ. ദ മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവറിനെ നമ്മൾ സ്റ്റേമൻ എന്ന് വിളിക്കുക. ആരാണ്? മെയിൽ പാർട്ട് ഓഫ് എ ഫ്ലവർ. ഫ്ലവറിന്റെ മെയിൽ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുക?
സ്റ്റേമൻ. ഫ്ലവറിന്റെ മെയിൽ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? സ്റ്റേമൻ എന്ന് നമ്മൾ വിളിക്കുന്നു. The male part of the flower is known as stamen, and the stamen is made up of an anther and a supporting filament. എന്താണ്? The stamen is made up of an anther and a supporting filament. എന്താണ് മക്കളെ? stamen എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്ത് നോക്ക്. stamen is a male part ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. It is the stamen that is made up of anther and supporting filament. ഈ stamen ഇല്ലേ, ഈ സ്റ്റേമിന് രണ്ടാളുകളുണ്ട് മെയ്ഡ് ചെയ്യുന്നത്. എന്താണ്? ഒന്ന് ആന്തർ എന്നും പറയും നമ്മള്, മറ്റുള്ള നമ്മള് ഫിലമെന്റ് എന്ന് നമ്മൾ പറയുന്നു. ആന്തറും ഉണ്ട്, ഫിലമെന്റും ഉണ്ട്. ക്ലിയർ ആണോ? സോ ആന്തറും ഫിലമെന്റ് ആണ് സ്റ്റേമിന്റെ രണ്ട് മേഡപ്പ് ചെയ്ത പാർട്സ്. അതും ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? The anther contains pollen sacs that contain a fine powdery substance called pollen. എന്താണ് പോളൻ എന്ന് വെച്ചാല്, നമ്മുടെ ആന്തർ ഇല്ലേ, നമ്മുടെ ആന്തർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ത്? പോളൻ സാക്സ്. പോളൻ സാക്സ് നമ്മളെ ആന്തർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ പോളൻ സാക്സിൽ എന്താണ്? ഫൈൻ പൗഡേഴ്സ് ഉണ്ട്, പൗഡറി സബ്സ്റ്റൻസ് ഉണ്ട്. സ്റ്റിക്കി ആവാം. നമ്മൾ എന്താ വിളിക്കുന്നു അതിനെ? നമ്മൾ എന്താ അതിനെ വിളിക്കുന്നത് മക്കളെ? പോളൻ ഗ്രെയിൻസ് എന്ന് അല്ലേ? സോ anther contains pollen sacs that contain fine powdery substance called pollen. ഓക്കെ, പോളൻ ഗ്രെയിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഫൈൻ പൗഡറി സബ്സ്റ്റൻസ് ആയിട്ട് പോളൻ സാക്സിൽ ഉള്ള ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പോളൻ ഗ്രെയിൻസ്, പോളൻ എന്ന് വിളിക്കുന്നു. These pollen grains produce the male gametes or male sex cells. അപ്പം these pollen grains എന്താണ്? പ്രൊഡ്യൂസ്. ഈ പോളൻ ഗ്രെയിൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്ന മക്കളെ? മെയിൽ സെക്സ് സെല്ലാണ്. മെയിൽ സെക്സ് സെൽസ് അഥവാ മെയിൽ ഗാമേറ്റ്സ്. അപ്പോ നമ്മളിപ്പോ ആരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? സ്റ്റേമൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സ്റ്റേമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഈ സ്റ്റേമൻസിൽ തന്നെ എന്തുണ്ട്? ഒരു പോളൻ സാക്ക് ഉണ്ട്. ഈ സ്റ്റേമൻസ് മേഡപ്പ് ചെയ്ത് ആരെ കുറിച്ചാണ്? ഫിലമെന്റും അതേപോലെ ആന്തറും. അപ്പോൾ ഈ ഫിലമെന്റും ആന്തറും ഒക്കെ റെഡിയാണ്. ഇനി ആന്തറിൽ ഒരു സാക്ക് ഉണ്ട്, അത് നമ്മൾ എന്ത് പറയും? പോളൻ സാക്ക് എന്ന് പറയും. ഈ പോളൻ സാക്കിൽ എന്തുണ്ട്? ഫൈൻ പൗഡർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ എന്ത് വിളിക്കുന്നു? പോളൻ. ഈ പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ സെക്സ് സെൽസ് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാമൻസിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാമൻസ് ഇസ് ക്ലിയർ ഫോർ യു. സ്റ്റാമൻസിന്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, നോക്കാം. അടുത്ത കേസിൽ നോക്കാം നമുക്ക്. ദ പിസ്റ്റിൽ ഇസ് ദ ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ. പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഫ്ലവറിന്റെ ഒരു ഫീമെയിൽ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പിസ്റ്റിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ ഈസ് നോൺ ആസ് എന്ത്? പിസ്റ്റിൽ. പിസ്റ്റിൽ ഇസ് ദ ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ. എന്താണ്? ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ. ഫ്ലവറിന്റെ ഒരു ഫീമെയിൽ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയാം മക്കളെ? പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ പാർട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിസ്റ്റിൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ദ പിസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് ആൻ ഓവറി. ഒരു പിസ്റ്റിൽ എന്താണ് കൺസിസ്റ്റ് ചെയ്യുക? ഒരു ഓവറി, എ സ്റ്റിക്കി സ്റ്റിഗ്മ ആൻഡ് എ ട്യൂബ് ലൈക്ക് സ്റ്റൈൽ. എന്താണ് ഒരു പിസ്റ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? പിസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ് മക്കളെ? ഓവറി ഉണ്ടാവും, പിന്നെന്താ? സ്റ്റിഗ്മ ഉണ്ടാവും, സ്റ്റൈലും ഉണ്ടാവും. അപ്പോൾ ഓവറി കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, പിസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. പിസ്റ്റിലാണ് ഓവറി, സ്റ്റിഗ്മ, സ്റ്റൈലിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? സിമ്പിൾ അല്ലേടാ? ഓക്കെ, ഇനി നോക്കാം. The ovary contains one or more ovules. എന്താണ്? ഓവറി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓവറി കണ്ടെയ്ൻസ് ഒന്നോ or more എന്താണ്? ഓവ്യൂൾസ്. ഓവറി കണ്ടെയ്ൻസ് വൺ ഓർ മോർ എന്ത്? ഓവ്യൂൾസ്. ക്ലിയർ ആണോ മക്കളെ? ഓവറി കണ്ടെയ്ൻസ് വൺ ഓർ മോർ ഓവ്യൂൾസ്. ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? ചോദിച്ചോ. ദ ഓവ്യൂൾ കണ്ടെയ്ൻസ് എന്താണ്? എഗ് സെൽ ഓർ ദ ഫീമെയിൽ ഗാമേറ്റ്. ഓവ്യൂൾ കണ്ടെയ്ൻസ്, നമ്മുടെ ഓവ്യൂൾ കണ്ടെയ്ൻസ് എന്താണ്? ഫീമെയിൽ ഗാമേറ്റ്.
അല്ലെങ്കിൽ എഗ് സെൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൻ്റെ കേസിൽ, പിസ്റ്റലിൻ്റെ കേസിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പിസ്റ്റലിൻ്റെ കേസ് ക്ലിയർ ആണോ മക്കളെ? പിസ്റ്റലിൻ്റെ കേസ് ഓക്കെ ആണോ? റെഡി അല്ലേ? പിസ്റ്റലിൻ്റെ കേസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഓവറി സിഗ്മ സ്റ്റൈൽ ഉണ്ടെന്ന്, ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ ആണെന്ന്, ഈ ഓവറി കണ്ടെയ്ൻസ് എക്സെൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗാമേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്ലവറിനെ സ്ട്രക്ചറിലെ രീതിയിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഫ്ലവർ ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? റെഡി. ശ്രദ്ധിച്ചോ, സ്ട്രക്ചർ ഓഫ് ഫ്ലവറിന്റെ മെയിൻ കേസിൽ വി ഹാവ് പെറ്റൽ ഉണ്ട്, നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള പാർട്ട്. വി ഹാവ് സെപ്പൽ, നമ്മുടെ ഗ്രീനിഷ് ആയിട്ടുള്ള പാർട്ട്. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മുടെ സ്റ്റേമൻ എന്തുണ്ട്? ആന്തർ ഉണ്ട്, ഫിലമെന്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ പിസ്റ്റലിന് എന്തൊക്കെയുണ്ട്? സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവർ ഉണ്ട്. പിന്നെ ഇത് നല്ല റിസെപ്റ്റക്കിളും അതേപോലെ തന്നെ പെഡിങ്കിളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഫ്ലവറിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ദ സ്ട്രക്ചർ ഓഫ് ഫ്ലവർ ഇസ് ക്ലിയർ ഫോർ യു. സ്ട്രക്ചർ ഓഫ് ഫ്ലവർ സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കാം, ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എന്താണ് മക്കളെ? ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൽ കുറച്ച് ടൈപ്സ് ഉണ്ട് മക്കളെ. ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്? ലെറ്റ്സ് ഡിസ്കസ്. We have complete or bisexual flowers. We have complete or bisexual flowers ഉണ്ട്. എന്താണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? വി ഹാവ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. വി ഹാവ് കംപ്ലീറ്റ് ഓർ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ക്ലിയർ അല്ലേ? അതിലെന്താ നോക്കാം, കംപ്ലീറ്റ് അല്ലെ ബൈസെക്ഷൽ ഫ്ലവർ? The flowers that contain both stamens and pistil are known as complete അല്ലെങ്കിൽ bisexual flowers. എന്താണ്? both stamensഉം and pistilum അടങ്ങിയിരിക്കുന്ന ഫ്ലവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? കംപ്ലീറ്റ് അല്ലെങ്കിൽ ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കംപ്ലീറ്റ് അല്ലെങ്കിൽ ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ദ ഫ്ലവേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽ, ബോത്ത് സ്റ്റേമൻസും പിസ്റ്റലും കണ്ടെയ്ൻ ചെയ്യുന്ന ഫ്ലവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ വി ഹാവ് ഹിബിസ്കസ്, മാംഗോ, റോസ്. ഹിബിസ്കസ്, മാംഗോ, റോസ് ആണ് അതിന്റെ എക്സാമ്പിൾ. ഹിബിസ്കസ്, മാംഗോ, റോസ്. റോസ്, മാംഗോ, ഹിബിസ്കസ് ആണ് അതിന്റെ എക്സാമ്പിൾ. ക്ലിയർ? ഓക്കെ. ശ്രദ്ധിച്ചോ, ഇൻകംപ്ലീറ്റ് ഓർ യൂണിസെക്ഷൽ ഫ്ലവർ. എന്താണ് മക്കളെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The flowers that contain either only stamens or pistil are called incomplete അല്ലെങ്കിൽ unisexual flowers. ഒന്നിക്കില്ലെങ്കിൽ അവിടെ എന്താണ്? സ്റ്റേമൻസ് ആയിരിക്കണം അല്ലെങ്കിൽ പിസ്റ്റിൽ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നുള്ള ഫ്ലവേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ഇൻകംപ്ലീറ്റ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ യൂണിസെക്ഷൽ, ബൈ അല്ല യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇൻകംപ്ലീറ്റ് എന്നും പറയും, അതേപോലെ തന്നെ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർലേ? ഫ്ലവർ ദാറ്റ് കണ്ടെയ്ൻ either only stamens or only pistils. ക്ലിയർലേ? വി ഹാവ് വാട്ട്? പപ്പായ ഉണ്ട്, പപ്പായ, വാട്ടർമെലൺ ആൻഡ് മെയ്സ്. വി ഹാവ് എന്തൊക്കെയാണ്? വി ഹാവ് എക്സാമ്പിൾ ആയിട്ട് പപ്പായ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, മെയ്സും നമുക്കുണ്ട്. പപ്പായ, വാട്ടർമെലൺ, മെയ്സ്. ക്ലിയർലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? സിമ്പിൾ അല്ലേ? ഇനി നോക്ക്, both bisexual and unisexual flowers. രണ്ട് ബൈസെക്ഷൽ ആയിട്ടുള്ള യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട്. മേ ബി ഫൗണ്ട് ഓൺ either on the same plant or on different plants. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് നമുക്ക് റെയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ബൈസെക്ഷൽ ആവാം, അവര് എന്താ പറയാ യൂണിസെക്ഷൽ ആവാം. അങ്ങനത്തെ ഫ്ലവേഴ്സിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് റെയർ ആയിട്ട് നമുക്ക് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിന്റെ കേസും ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിനെ കേസ് നമ്മൾ പറഞ്ഞത്. പല രീതിയിൽ നമ്മുടെ ഫ്ലവേഴ്സ് നമ്മുടെ ഡെയിലി ലൈഫിനും അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഒരു പ്ലാന്റ്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഫ്ലവേഴ്സിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് അതിനൊന്ന് ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഫ്ലവർ. ഒരു ഫ്ലവർ എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ് അബൌട്ട് ഫ്ലവേഴ്സ് അല്ലേ? നമ്മൾ ഫ്ലവേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലോ. നമ്മൾ എന്താണ് ഫ്ലവേഴ്സിന്റെ സ്ട്രക്ചർ, അതിന്റെ പാർട്സ്. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണ്? ഫ്ലവേഴ്സ് തന്നെയാണ്. ബിക്കോസ് ദേ ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആര് മക്കളെ? ഫ്ലവർ. സോ വി ഹാവ് കംപ്ലീറ്റ് ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്. പിന്നെന്താണ് അതിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ
നമ്മൾ അവിടെ ഒരു കേസ് പഠിച്ചു, പോളൻ ഗ്രെയിൻസ്. അപ്പോൾ പോളിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ ടോപ്പിക്, പോളിനേഷൻ. സോ വാട്ട് യു മീൻ ബൈ പോളിനേഷൻ? എന്താണ് മക്കളെ ഈ പോളിനേഷൻ എന്ന് വെച്ചാൽ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? എന്നാവാം. The process of sexual reproduction in plants starts with the transfer of pollen grains from the anther of the stamen to stigma of the pistil. This process is termed as pollination. എന്താണ്? The process of sexual reproduction. Sexual reproduction നടക്കുമ്പോൾ ഉള്ള പ്രോസസ് ആണ്. Sexual reproduction നടക്കുമ്പോൾ ഉള്ള പ്രോസസ് ആണ്. ആ ടൈമിൽ എന്താ നടക്കുന്നത് നോക്കിക്കോളെ. It starts with the transfer of pollen grains. നമ്മുടെ സ്റ്റാമിനുള്ള pollen grains ഇല്ലേ? Transfer of pollen grains. Transfer of എന്താണ് മക്കളെ? Pollen grains. Pollen grains transfer from എന്താണ്? Anther to stigma. Anther to stigma. The transfer of pollen grains from anther to stigma is known as pollination. The process of transfer of pollen grains from anther to stigma. Anther എന്ന് പറയുമ്പോൾ സ്റ്റാമിനിലെ ആന്തറിൽ നിന്ന് പിസ്റ്റിലുള്ള സ്റ്റിഗ്മയിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, ട്രാൻസ്ഫർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? പോളിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. The process is known as what? Pollination. The process of sexual reproduction in plants starts with the transfer of pollen grains from anther to stigma is known as pollination. ഇത്രയാണ് നമ്മൾ പോളിനേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് ക്ലിയർ ആണോ മക്കളെ? ഇത് ബൈ ഹാർട്ടായിട്ടുള്ള ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ബൈ ഹാർട്ട് ഒന്നും ആക്കണ്ട, സിമ്പിളാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. ദിസ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ പോളിനേറ്റിംഗ് ഏജൻസ്. ഇത് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ് മക്കളെ? പോളിനേറ്റിംഗ് ഏജൻസ് ആണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ്. ഇത് നമ്മളെ സഹായിക്കുന്നത് ആരൊക്കെയാണ് മക്കളെ? പോളിനേറ്റിംഗ് ഏജൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലിയർ ആണോ? ലൈക്ക് ആരൊക്കെ? വിൻഡ്, ബേർഡ്സ്, ആനിമൽസ്, വാട്ടർ എക്സെട്ര. ലൈക്ക് വിൻഡ്, ബേർഡ്സ്, ആനിമൽസ്, വാട്ടർ എക്സെട്ര. ലൈക്ക് വിൻഡ്, ബേർഡ്സ്, ആനിമൽസ്, വാട്ടർ എക്സെട്ര വിച്ച് ട്രാൻസ്ഫർ ദ പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ഇതൊക്കെ വഴിയാണ് പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവരൊക്കെ ആരാണ് മക്കളെ? ദേ ആർ വാട്ട്? പോളൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരെ കുറിച്ച് എങ്ങനെയാണ് അവർ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചാലോ? സെറ്റല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ എന്നാ. സോ ആദ്യം തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് പോളിനേഷൻ നോക്കാം. There are two types of pollination. രണ്ട് തരത്തിലെ പോളിനേഷൻ ഉണ്ട്. Two types of pollination ഉണ്ട്. എന്തൊക്കെയാണ് രണ്ട് തരത്തിലെ പോളിനേഷൻ മക്കളെ? ഒന്ന് വി ഹാവ് സെൽഫ് പോളിനേഷൻ. എന്താണ് നമുക്കുള്ളത്? സെൽഫ് പോളിനേഷനും ഒന്ന് നമുക്കുള്ളത് ക്രോസ് പോളിനേഷനുമാണ്. സോ നമ്പർ 1 വി ഹാവ് സെൽഫ് പോളിനേഷൻ. നമ്പർ 2 വി ഹാവ് ക്രോസ് പോളിനേഷൻ. എന്തൊക്കെയാണ് മക്കളെ? വി ഹാവ് സെൽഫ് പോളിനേഷനും ഉണ്ട്, അതേപോലെ നമുക്ക് എന്താണ് ക്രോസ് പോളിനേഷനും ഉണ്ടല്ലോ. സെൽഫും ഉണ്ട്, അതേപോലെ തന്നെ ക്രോസ് പോളിനേഷൻ ഉണ്ട്. സെൽഫ് പോളിനേഷനും ഉണ്ട്, ക്രോസ് പോളിനേഷനും ഉണ്ട്. ശ്രദ്ധിച്ചോ, സെൽഫ് പോളിനേഷൻ എന്താണ് മക്കളെ? ദിസ് ഇൻവോൾവ്സ്, ഇത് പ്രോസസ് എന്താണ്? ഇൻവോൾവ്സ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains from anther to stigma of the same flower. അതായത് പോളിനേഷൻ എവിടെന്ന്? പോളിനേഷൻ സെയിം ഫ്ലവറിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സെൽഫ് പോളിനേഷൻ. അതായത് വീറ്റ്, പീനട്ടിനാണ് എക്സാമ്പിൾ. ഒരു സെയിം ഫ്ലവറിൽ തന്നെ അതിന്റെ പോളിനേഷൻ നടക്കുന്നുണ്ട്. ആന്തർ ടു സ്റ്റിഗ്മയിലേക്ക് പോളിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ? സെൽഫ് പോളിനേഷൻ. ഫോർ എക്സാമ്പിൾ വി ഹാവ്, നമുക്ക് എന്തുണ്ട്? വീറ്റ് ഉണ്ട്, പീനട്ട് ഒക്കെ എന്താണ്? സെൽഫ് പോളിനേഷന്റെ എക്സാമ്പിൾസ് ആണ്. സോ എന്താണ്? വീറ്റ്, പീനട്ട് ആണ് സെൽഫ് പോളിനേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. This involves a transfer of pollen grains from the anther to stigma of the same flower. For example, we have wheat, peanut, etc. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ക്രോസ് പോളിനേഷൻ ആണ്. എന്താ നമുക്ക് അടുത്തായിട്ടുള്ളത്? ക്രോസ് പോളിനേഷൻ. ശ്രദ്ധിച്ചോ, this type of pollination involves the transfer of pollen grains from anther to stigma of one flower to the stigma of another flower of the same species. അതായത് ഒരു സെയിം സ്പീഷീസിലുള്ള ഫ്ലവേഴ്സിന്റെ കേസിൽ ഒരു സെയിം സ്പീഷീസിലെ ഫ്ലവേഴ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ക്രോസ് പോളിനേഷൻ. അതായത്
ഒരു ഫ്ലവറിന്റെ എന്ത് ആന്തറിൽ നിന്ന് മറ്റുള്ള ഫ്ലവറിന്റെ എന്തിൽ നിന്ന് ആന്തറിൽ നിന്ന് അനദർ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വീഴുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുക എന്ത് ക്രോസ് പോളിനേഷൻ. നമ്മൾ എന്താ വിളിക്കുക മക്കളെ? അതിനെ ക്രോസ് പോളിനേഷൻ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. വി കോൾ ദം ആസ് വാട്ട്? ക്രോസ് പോളിനേഷൻ. അതായത് ഒരു ഫ്ലവർ, ഒരു സെയിം സ്പീഷീസിലുള്ള ഫ്ലവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോളൻ ട്രാൻസ്ഫർ ചെയ്ത് ആന്തറിന് സ്റ്റിഗ്മയിലേക്ക് വേറൊരു ഫ്ലവർ, ഒരു ഫ്ലവറിന് ആന്തറിന് മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വി ഹാവ് ആപ്പിൾസ്, അതേപോലെ തന്നെ പംകിൻ. എന്താണ് നമുക്കുള്ളത്? ആപ്പിൾസും പംകിൻസുമാണ് ക്രോസ് പോളിനേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ക്രോസ് പോളിനേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാം മക്കളെ? എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? ആപ്പിൾസ്, പംകിൻസ് ഒക്കെയാണ് നമ്മുടെ ക്രോസ് പോളിനേഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രോസ് പോളിനേഷൻ ഈസ് ഡാം ക്ലിയർ ഫോർ യു. ക്രോസ് പോളിനേഷനും ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫും ക്രോസ് പോളിനേഷനെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. നൗ സി പോളിനേഷൻ നോക്കി എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു ഫ്ലവറിന് അതിന്റെ പോളൻ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്ലവർ അതിന്റെ പോളൻ റിലീസ് ചെയ്തു. അത് ഒരു ഇൻസെക്ട് വഴി, ഒരു പോളൻ ഇൻസെക്ട് വഴി എന്താണ് അതിനെ നമ്മൾ എന്താ പറയാ? പോളിനേറ്റിംഗ് ഏജന്റ് അഥവാ പോളിനേറ്റേഴ്സ് വഴി എന്താണ് പോളൻ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. അതായത് ആന്തറിന് റിലീസ് ചെയ്ത എന്താണ് പോളൻ നേരെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ. സിമ്പിൾ ഡിംപിൾ. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് റെഡി. നൗ സി ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. ശ്രദ്ധിച്ചോ, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് മക്കളെ? ആരൊക്കെയാണ് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ? പോളിനേഷന്റെ ഏജന്റ്സ് ആരൊക്കെയാന്ന് നോക്കാം. നമ്പർ 1, pollen grains are light and carried by insects and wind or water. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എന്താണ് മക്കളെ? ദേ ആർ ലൈറ്റ് അല്ലേ? പോളൻ ഗ്രെയിൻസ് എന്താണ്? ആർ ലൈറ്റ് ആൻഡ് ക്യാൻ ബി ക്യാരിഡ് ബൈ, ആരൊക്കെയാണ് അത് ക്യാരി ചെയ്യാൻ പറ്റുന്നത്? ഇൻസെക്ട്സിന് പറ്റും, വിൻഡിന് പറ്റും, വാട്ടറിന് പറ്റും. ഇൻസെക്ട്, വിൻഡ്, വാട്ടർ. ഇൻസെക്ട്, വിൻഡ്, വാട്ടർ. ആരൊക്കെയാണ്? ഇൻസെക്ട്, വിൻഡ്, വാട്ടർ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇൻസെക്ട്, വിൻഡ്, വാട്ടർ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇൻസെക്ട് പോളിനേഷൻ ശ്രദ്ധിക്കാം. ഇൻസെക്ട് പോളിനേഷൻ, വി ഹാവ് ഇൻസെക്ട് പോളിനേഷൻ. ശ്രദ്ധിച്ചോ. ഓക്കെ, ഇൻസെക്ട് സച്ച് ആസ് ബീസ് ഉണ്ടാവാം. എന്തൊക്കെയാണ് ഉണ്ടാവുക? ബീസ്, വാസ്പ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ഫ്രം ഫ്ലവർ ടു ഡ്രിങ്ക് നെക്ടർ. അവര് ഒരു പൂമ്പാറ്റയായിക്കോട്ടെ അല്ലെങ്കിൽ തേനീച്ചയായിക്കോട്ടെ, അവര് ബട്ടർഫ്ലൈ ഒക്കെ നേരെ പോയിട്ട് ഇവിടെ ഒരു ഫ്ലവറിൽ കാണുമ്പോൾ അതിന്റെ പെറ്റലാണുമ്പോൾ അട്രാക്ട് ആയി തോന്നി അവിടെ പോയിട്ട് തേൻ കുടിക്കാൻ പോകും, നെക്ടർ കഴിക്കാൻ പോകും. When the insect visits a flower to drink its nectar, some pollen grains stick on its body. ഈ pollen grains എന്താ അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യും, ഇവിടെ കാലുകളിലൊക്കെ പോയിട്ട് സ്റ്റിക്ക് ചെയ്തേക്കും. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, when the same insect visits another flower, ആ സെയിം ഇൻസെക്ട് വേറൊരു ഫ്ലവറിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ, നെക്ടർ കുടിക്കാൻ പോകുമ്പോൾ, the pollen is transferred to the stigma of that flower. ആ പോളൻ നേരെ മറ്റുള്ള ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോകും. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് യൂഷ്വലി ഹാവ് കളർഫുൾ പെറ്റൽസ് ആൻഡ് ആ സ്ട്രോങ് സെന്റ് ടു അട്രാക്ട് ഇൻസെക്ട്. അപ്പോൾ അവിടെ പോളിനേഷൻ നടക്കും. അപ്പോൾ പറയുന്നത് വെച്ചാല് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്താണ് യൂഷ്വലി? അവർക്ക് കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവും മക്കളെ, കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവും. ശ്രദ്ധിച്ചോളെ. ആൻഡ് എന്താണ്? സ്ട്രോങ് സെന്റ് ഉണ്ടാവും, ഒരു സ്മെല്ലും ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. സ്ട്രോങ് സെന്റഡ് ആയിരിക്കും ആ ഫ്ലവർ. അതെന്തിനാണ്? ഈ ഇൻസെക്ട്സിനെ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യിപ്പിക്കാനാണ്. എന്തിനാണ്? വീണ്ടും വീണ്ടും ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണ്? ഇൻസെക്ട് ഒരു ഫ്ലവറിൽ നിന്ന് ഇൻസെക്ട്സ് വന്നു, അതിൽ നിന്ന് തേന് കുടിച്ചു, അത് നേരെ അടുത്ത ഫ്ലവറിലേക്ക് പോകുമ്പോൾ കുറച്ച് പോളൻസ് അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അത് മറ്റുള്ള ഫ്ലവറിലേക്ക് പോയി നെക്ടർ കുടിക്കുമ്പോൾ അത് റിലീസ് ആവും. അതങ്ങനെ പോളിനേഷൻ അവിടെ നടക്കും. അപ്പോൾ അങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്. ക്ലിയർ ആയോ? ആര് വഴി? ഇൻസെക്ട്സ് വഴി പോളിനേഷൻ നടക്കുന്നത്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആണോ? ഇനി നോക്ക്, ഇൻസെക്റ്റഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്താണ്? യൂഷ്വലി കളർഫുൾ ആണ്. അവർക്ക് പെറ്റൽ നല്ല കളർഫുൾ ആയിട്ട് പെറ്റൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്ട്രോങ് സെന്റഡ് ടു അട്രാക്ട് ഇൻസെക്ട്, നല്ല സ്ട്രോങ്, നല്ല മണമായിട്ടുണ്ടാവും, നല്ല ഇൻസെക്ട്സിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഏജൻസ് ഓഫ് പോളിനേഷൻ ഇൻസെക്ട് പോളിനേറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർലി ഇൻസെക്ട് പോളിനേഷൻ സെറ്റിലെ മക്കളെ, റെഡി അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇൻസെക്ട് പോളിനേഷൻ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇൻസെക്ട് പോളിനേഷൻ, ഇൻസെക്ട് ഇവിടേക്ക് ഇങ്ങനെ പോളൻസ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് വേറെ ഫ്ലവറിൽ പോകുമ്പോൾ അവിടെ റിലീസ് ആവും, അങ്ങനെ അത് പോകും, അവിടെ പോളിനേഷൻ നടക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമതായിട്ട് വിൻഡ് പോളിനേഷൻ നടക്കുന്നത്, കാറ്റ് വഴി നടക്കുന്ന പോളിനേഷൻ. ശ്രദ്ധിച്ചോ, നമുക്ക് വിൻഡ്. പ്ലാന്റ്സ് ദാറ്റ് ആർ പോളിനേറ്റഡ് ബൈ വിൻഡ് പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട്സ് ഓഫ് പോളൻ ഗ്രെയിൻസ്. കുറെ ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ്, കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ തെറിക്കും. ദ പോളൻ ഈസ് ലൈറ്റ് ആൻഡ് ക്യാൻ ബി ഈസിലി ക്യാരിഡ് ബൈ വിൻഡ്. അതായത് പോളൻ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, വിൻഡിന് അത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്, വിൻഡ് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും പറ്റും. ശ്രദ്ധിച്ചോ, flowers that are pollinated by wind are usually small and not colorful and do not have strong scent. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് വിൻഡ് പോളിനേഷൻ വഴിയുള്ള ഫ്ലവേഴ്സ് എന്താണ് മക്കളെ, എന്തൊക്കെയായിരിക്കും? നോട്ട് കളർഫുൾ ആണ്, സ്മോൾ ആണ്, നോ സ്ട്രോങ് സ്മെൽ, സെന്റ് എന്നുള്ള ഒരു ഫ്രാഗ്രൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ദർ പെറ്റൽസ് ആർ സ്മോൾ സോ ദാറ്റ് ദേ ഡു നോട്ട് ഒബ്സ്ട്രക്ട് ദ വിൻഡ്. അതുകൊണ്ട് തന്നെ അവരുടെ പെറ്റൽസ് ചെറുതായതുകൊണ്ട് തന്നെ അവർ വിൻഡിനെ തടയാനൊന്നും നിൽക്കില്ല. അപ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഫ്ലവറിനുള്ള പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ തെറിച്ച് വേറെ ഫ്ലവറിലേക്ക് പോയി അവിടെ പോളിനേഷൻ നടക്കുന്ന പ്രോസസ്സാണ് വിൻഡ് പോളിനേഷൻ നടക്കുക. ഈ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോൾ ആയിട്ടുള്ളായിരിക്കും, ഭയങ്കര കളർഫുൾ ഒന്നുമല്ല, ഒരു അട്രാക്ഷൻ ഒന്നും തോന്നൂല ആർക്കും. അതേപോലെ എന്താണ്, അട്രാക്ഷൻ തോന്നുന്നു മാത്രമല്ല, അതേപോലെ അവർക്ക് ചെറുതായതുകൊണ്ട് തന്നെ അതിന് ഒബ്സ്റ്റക്കിൾ, കാറ്റിനെ ഒന്നും അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കാനൊന്നും പോകുന്നില്ല. ക്ലിയർ അല്ലേ? സോ ദർ പെറ്റൽസ് ആർ സ്മോൾ, ദേ ഡോണ്ട് ഹാവ് എൻ ഒബ്സ്ട്രക്ട് ടു വിൻഡ് ആൻഡ് ഓൾസോ എന്താണ്, ഫ്രാഗ്രൻസ്, അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇവർക്ക് പ്രത്യേകിച്ച് വലിയ മണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിൻഡ് പോളിനേഷനിൽ നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്ക്, മാപ്പിൾ, ഓക്ക്, പൈൻ ട്രീസ്, ഗ്രാസ്, വിൻ എക്സെട്ര ആർ പോളിനേറ്റഡ്. ഗ്രാസിലൊക്കെയാണ് പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാപ്പിള്, ഓക്ക്, പൈൻ, ഇതിൻ്റെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വിൻഡ് പോളിനേഷൻ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ വിൻഡ് പോളിനേഷൻ ഒരു ഐഡിയ കിട്ടിയല്ലോ മക്കളെ, കോൺസെപ്റ്റ് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഓക്കെ. വിൻഡ് പോളിനേഷൻ കണ്ടോ, ഇങ്ങനെ കാറ്റ് വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ തെറിച്ച് പോകുന്നു. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ പോളിനേഷൻ ആണ്. എന്താണ് മക്കളെ വാട്ടർ പോളിനേഷൻ്റെ കേസും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. Water pollination. Plants that are pollinated by water also produce large amount of pollen grains. Plants that are pollinated by water എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ, ദ പോളൻ ഈസ് റിലീസ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഇസ് ക്യാരിഡ് ടു അതർ ഫ്ലവേഴ്സ് ബൈ വാട്ടർ. അതായത് പോളൻ എന്താണ്, വെള്ളത്തിൽ റിലീസ് ആയിട്ട് ആ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം മറ്റുള്ള ഫ്ലവറിലേക്ക് അത് എത്തുന്നുണ്ട്. ദ പോളിനേഷൻ ഈസ് വെരി റെയർ ഇൻ മോസ്റ്റ് അക്വാറ്റിക് പ്ലാന്റ്സ് പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ്. അത് റെയർ ആണ്, ഇറ്റ് ഇസ് എ റെയർ കേസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ അങ്ങനെ കാണില്ല, അങ്ങനെ വെള്ളത്തിൽ പോയിട്ടൊന്നും കാണില്ല. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് പോണ്ട്, വീഡ്, സീ ഗ്രാസസ് ആർ വാട്ടർ പോളിനേറ്റർ. പോണ്ട്, വീഡ്, സീ ഗ്രാസസ് എല്ലാമാണ് വാട്ടർ പോളിനേറ്റർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടാണ്, വാട്ടർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പോളിനേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, വാട്ടർ പോളിനേഷൻ. അത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതും ക്ലിയർ അല്ലേ മക്കളെ, കോൺസെപ്റ്റ് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? നോക്കാം, ഒരു വാട്ടറിലൂടെ പോകുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ വാട്ടർ പോളിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് വാട്ടർ പോളിനേഷൻ ഇസ് ഓൾസോ ഡാം ക്ലിയർ ഫോർ യു. അപ്പോൾ നമ്മൾ പോളിനേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പോളിനേഷൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്, പോളിനേഷൻ്റെ കേസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, ഒന്ന് ആലോചിച്ച് നോക്ക്. പോളിനേഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ടൈപ്സ് ഓഫ് പോളിനേഷൻ പഠിച്ചു, ക്രോസ് പോളിനേഷനും സെൽഫ് പോളിനേഷനും പഠിച്ചു. അതേപോലെ തന്നെ പോളിനേറ്റിംഗ് ഏജൻസ്, ഒന്ന് ഇൻസെക്ട് പഠിച്ചു, വിൻഡ് പഠിച്ചു, വാട്ടർ പഠിച്ചു. അപ്പോൾ ഇവരൊക്കെയാണ് ഇൻസെക്ട്സ് ഒക്കെയാണ് ഏജൻസ്, പോളിനേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ കേസിലാണ് നമ്മൾ പെൻഡീസ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ എന്താ പറയുക ടൈപ്സ് ഓഫ് പോളിനേറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. അതേപോലെ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നടക്കുന്ന പ്രോസസ്സുകൾ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഓക്കെ, then we can move to the next part.